ഇപ്പോൾ പത്തനംതിട്ട AR ക്യാമ്പിൽ കഴിഞ്ഞ 4.5 മണിക്കൂറായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു ജനപ്രതിനിധിയെ ബലാത്സംഗ പരാതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 3ാമത്തെ പരാതിയാണ്. ഇനി എത്ര പരാതികൾ നമ്മുടെ മുന്നിലേക്ക് വരാനുണ്ടെന്ന് നമുക്കറിയില്ല. എല്ലാത്തിലും ഒരേ പാറ്റേൺ തന്നെയാണ് കാണുന്നത്. ഒരു രക്ഷകനായി അവതരിക്കുന്നു, അവിടെ നിന്ന് ബലാത്സംഗം, അത് കഴിഞ്ഞ് എനിക്ക് നിന്നിൽ കുട്ടിയെ വേണമെന്ന് പറയുന്നു. ആ പെൺകുട്ടി പ്രഗ്നന്റ് ആകുമ്പോൾ നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയാണ്, അത് കഴിഞ്ഞ് കൈയൊഴിയുകയാണ്. ആദ്യത്തെ പരാതിയിലും 2ാമത്തെ പരാതിയിലും ഒരേപോലെ അത്രയും സമാനതകളാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും 2ാമത്തെ പരാതിയിൽ ഒരു ചെറിയ തിരിച്ചടി നേരിട്ടതുകൊണ്ട് കൃത്യമായ പാതയിൽ കൃത്യമായ ആസൂത്രണം ചെയ്ത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്തവണ കുടുക്കിയിട്ടുള്ളത് അന്വേഷണ സംഘം എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. തിരുവനന്തപുരത്ത് അനന്തകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ആദ്യത്തെ പരാതിയിൽ കല്യാണം കഴിച്ചതാണ്, അങ്ങനെ കുറെ വാദങ്ങൾ നമ്മൾ കേട്ടിരുന്നു. 2ാമത്തെ പരാതിയിൽ വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ്, രാഹുലിനെ കുടുക്കാനുള്ള ശ്രമമാണ്, അതോടൊപ്പം ജാമ്യം കിട്ടിയതുകൊണ്ട് തന്നെ പല വാദങ്ങളും കേട്ടു. പക്ഷേ 3ാമത്തെ പരാതി നോക്കൂ, ഇവിടെ വെൽ ഡ്രാഫ്റ്റഡിനപ്പുറം കൃത്യമായ തെളിവുകൾ എന്തൊക്കെ എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് അയച്ച ആ ഇമെയിലിൽ പെൺകുട്ടി പറയുകയാണ്. ഒരു പഴുതും അവശേഷിപ്പിക്കാതെയുള്ള പൂട്ടാണ്. ആര്യ, ലോകത്തിന് മുന്നിൽ കേരളം നാണം കെട്ട് തലകുനിച്ച് നിൽക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം ലോകം ആരാധിക്കുന്ന ഒരു ആരാധനാലയത്തിലെ സ്വർണം അടിച്ചുകൊണ്ട് പോയതിന് ദേവതുല്യരടക്കം പ്രതികളായി ജയിലിലേക്ക് പോകുന്ന കാഴ്ച, ജനപ്രതിനിധിയായ ഒരാൾ പ്രഡേറ്ററായി മാറുന്ന ഒരു കാഴ്ച, അങ്ങനെ 2 കേസുകൾ കൊണ്ട് നാണം കെട്ട് നിൽക്കുകയാണ് കേരളം. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസ് ആര്യ പറഞ്ഞതുപോലെ ഇതുവരെയുള്ള പരാതികൾ നോക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ പരാതികളിലെല്ലാം ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വേട്ടക്കാരൻ, അയാൾ മാത്രമല്ല അതീവ ലൈംഗിക വൈകൃതമുള്ള, നേരത്തെ കണ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ രീതിയിൽ സ്വഭാവ വൈകൃതമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള മൊഴികൾ, പരാതിയിൽ പറയുന്ന തെളിവുകൾ ഒക്കെ. ഏതായാലും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പൂട്ടിടാൻ കേരള പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് കേരള പോലീസ് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ വന്നിരുന്നതാണ്. അയാൾ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ടും അയാളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകുന്നത് കൊണ്ടും പരാതിക്കാരികൾ നേരിട്ട് രംഗത്ത് വന്നിരുന്നില്ല. ഒടുവിൽ അവർ രംഗത്ത് വന്നപ്പോൾ അയാൾ ശൂന്യതയിലേക്ക് അപ്രത്യക്ഷമായി അതിഗംഭീരമായ ഹൈഡിംഗ് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് കേരള പോലീസിനെയും കേരള സമൂഹത്തെയും വോട്ട് ചെയ്ത വോട്ടർമാരെയും ഒക്കെ വെല്ലുവിളിക്കുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ കേസുകളിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം അതിഗംഭീരന്മാരായ അഭിഭാഷകരെ അണിനിരത്തി ഹൈക്കോടതിയിലടക്കം അയാൾക്ക് നിയമാനുകൂല്യങ്ങളെല്ലാം വാങ്ങിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് 3ാമത്തെ പരാതി വന്നപ്പോൾ കൃത്യമായ ഹോംവർക്ക് കേരള പോലീസ് നടത്തിയത്. അതിൽ SITക്ക് നേതൃത്വം നൽകുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് AIG ജി പൂങ്കുഴലി, അവരെയൊക്കെ അഭിനന്ദിക്കാതെ നിർവാഹമില്ല. കാരണം അങ്ങനൊരു പരാതി മുഖ്യമന്ത്രിക്ക് വരികയും ആ പരാതി DGPക്ക് ഫോർവേഡായി കിട്ടുകയും ചെയ്ത സമയം മുതൽ അത്രത്തോളം പഴുതടച്ച് ഒരു വിവരവും പുറത്തു പോകാത്ത രീതിയിൽ ഒരു ഓപ്പറേഷനാണ് കേരള പോലീസ് നടപ്പാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുക എന്നത് തന്നെയായിരുന്നു കേരള പോലീസിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിരീക്ഷണ വലയത്തിൽ പോലീസ് നിർത്തിയത്. അതിനു മുൻപ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി ജി പൂങ്കുഴലി നേരിട്ട് വീഡിയോ കോൺഫറൻസ് വഴി അതിജീവിത വിദേശത്താണ്, അവരിൽ നിന്ന് എടുത്തു. ആ മൊഴിയിൽ അതിക്രൂരമായ അനുഭവങ്ങളാണ് വിവരിക്കുന്നത്. ആര്യ, നേരത്തെ കണ്ണൻ സൂചിപ്പിച്ചതിനും അപ്പുറം കുറേയധികം കാര്യങ്ങൾ ആ മൊഴിയിലുണ്ട്. ആ മൊഴി കേട്ടപ്പോൾ തന്നെ പോലീസ് തീരുമാനിച്ചത് ഇയാളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതായിരുന്നു. നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ അനന്തൻ നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ ഇന്നലെ രാത്രി 12:30 പാലക്കാട് KPM റീജൻസിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അതിനു മുൻപ് തന്നെ കൃത്യമായ ആസൂത്രണം കഴിഞ്ഞ 2 ദിവസമായി പാലക്കാട് എത്തിയിട്ട് നൂറാണി അവിടെ എത്തിയിട്ട് 2 ദിവസമായി എന്ന് തോന്നുന്നു രാഹുൽ. അപ്പോൾ മുതൽ തന്നെ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലുണ്ട്. കാരണം ഇതിനു മുൻപ് ഒളിവിൽ പോയത് നമുക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് കൃത്യമായ മുൻകരുതലൊക്കെ അന്വേഷണ സംഘം എടുത്തിരുന്നു. കൃത്യമായ ആസൂത്രണം ചെയ്ത് രാഹുലിനെ നിരീക്ഷിച്ച് രാഹുൽ ഒരിക്കലും തങ്ങളുടെ കൺവെട്ടത്ത് നിന്ന് പോകുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു അന്വേഷണ സംഘം ഇത്തവണത്തെ പരാതിയിൽ. തീർച്ചയായിട്ടും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടാണുള്ളത്. വിവരം ചോർന്ന് കിട്ടിയാൽ ആ നിമിഷം അയാൾ സ്റ്റേറ്റ് വിടും. സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ സംരക്ഷണവും നൽകാൻ തയ്യാറുള്ള കർണാടക സ്റ്റേറ്റാണ് ഉള്ളത്. അവിടെ അയാൾക്ക് എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. അയാൾക്ക് ഹൈഡ് ചെയ്യാനുള്ള എല്ലാ സംവിധാനം ഒരുക്കാനുള്ള ശേഷിയുള്ളവർ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി കഴിഞ്ഞ 2 ദിവസവും രാഹുലിനെ ഷാഡോ ചെയ്തു എന്നുള്ളതാണ് പോലീസിൻ്റെ വലിയ വിജയം. അതിനുശേഷം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുറിയെടുത്ത അതേ ഹോട്ടലിൽ പോലീസ് ഉദ്യോഗസ്ഥരും മുറിയെടുക്കുന്നു. രാത്രി 12:30
അതോടെ അയാളുടെ മുറിയിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു എന്ന് ഉറപ്പാക്കിയ ശേഷം ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുവേണ്ടി ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡിനെയാണ് നിയോഗിച്ചത്. തിരുവനന്തപുരത്തെയോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഒന്നും ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നില്ല. AIG പൂങ്കുഴലി നേരിട്ടാണ് ഇതിൻ്റെ മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ സ്ക്വാഡിനെ ഇടുന്നു. സ്ക്വാഡ് ഹോട്ടലിലേക്ക് എത്തുന്നു. അവർ ഹോട്ടൽ മുറിയിൽ ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ള മുറിയിൽ നോക്ക് ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ മുറി തുറക്കുമ്പോൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്, ഈ പരാതിയിലാണെന്ന് പറയുമ്പോൾ അയാൾ വഴങ്ങുന്നില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷം അയാളെ പുറത്തേക്ക് കൊണ്ടിരുന്നു. ആ ദൃശ്യങ്ങളാണെന്ന് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കോറിഡോറിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുറിയിലേക്ക് കയറിപ്പോകുന്ന ഉദ്യോഗസ്ഥരെ കാണാം. അതിനുശേഷം വളരെ സാമർത്ഥ്യത്തോടെ മഞ്ഞ ടീഷർട്ടും നീല ജീൻസും ഒക്കെ അണിഞ്ഞ് രാഹുൽ ഒരു പോലീസുകാരനെ പോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ തലയെടുപ്പോടെ നടന്നു പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാം. ഇപ്പോൾ അയാൾ തല കുനിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ നടുവിൽ ചോദ്യമുറയിൽ നിൽക്കുകയാണ്. എനിക്കൊന്നും അറിഞ്ഞുകൂടാ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ക്രൂരനായ ഒരു വേട്ടക്കാരൻ്റെ മുഖംമൂടിയാണ് ആ പരാതിയിലൂടെ അഴിഞ്ഞു വീണിരിക്കുന്നത്. കാരണം വിവാഹത്തിൽ പ്രശ്നങ്ങളുള്ള ഒരു സ്ത്രീ, അവർ ആ വിവാഹവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ഘട്ടത്തിൽ ആദ്യത്തെ പെൺകുട്ടിയുടെ പരാതിയിൽ അറസ്റ്റ് തടയുകയും രണ്ടാമത്തെ പരാതിയിൽ ജാമ്യം കിട്ടുകയും ചെയ്തതിനു ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്ന് വോട്ട് ചെയ്യാൻ എത്തിയൊരു രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. എല്ലാം ജയിച്ചു എന്നുള്ള രീതിയിലുള്ള ആ വരവ് നമുക്ക് ഓർമ്മയുണ്ട്. മാധ്യമങ്ങൾക്ക് മുൻപിൽ ചായ ഊതി കുടിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയും നമ്മൾ കണ്ടതാണ്. ആ രീതിയിലുള്ള ഷോ ആയിരുന്നു അന്ന് നടത്തിയത്. പക്ഷേ ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ തല കുനിച്ചിരുന്ന് എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറയുകയായിരിക്കും ഒരു പക്ഷേ ഈ നിമിഷം. ഹൂ കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സകലരോടും പുച്ഛം പ്രകടിപ്പിക്കാറുള്ള, നമുക്കറിയാം ആ പോളിംഗ് ഡേയിൽ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്നു കൊണ്ട് ചായ കുടിച്ചുകൊണ്ട് കേരളത്തെ പുച്ഛിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ നിയമ സംവിധാനങ്ങൾ എന്താണെന്ന് അയാൾ തിരിച്ചറിയുകയാണ്. നിയമ സംവിധാനങ്ങളുടെ ചോദ്യം ചെയ്യൽ എങ്ങനെയാണെന്ന് അയാൾ തിരിച്ചറിയുകയാണ്. അയാൾ ആ ചോദ്യം ചെയ്യലിൽ ആ യുവതിയെ അറിയാം, അവരുമായി സൗഹൃദം ഉണ്ടായിരുന്നു എന്നതിനപ്പുറം ബാക്കിയെല്ലാം നിരാകരിക്കുകയാണ്. പക്ഷേ ഒരുപിടി തെളിവുകൾ ആ യുവതി ശേഖരിച്ചു വെച്ചിരുന്നു ഇയാളെ കുടുക്കാൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഇയാളെ നിയമപരമായി പൂട്ടാൻ എന്നുള്ളത് വളരെ ആശ്വാസമുള്ള കാര്യമാണ്. കാരണം ആ യുവതി പരാതി നൽകുമ്പോൾ അതിനൊപ്പം തന്നെ നിരവധി തെളിവുകളും, പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകൾ, പണം ട്രാൻസാക്ട് ചെയ്ത തെളിവുകൾ, അതിനൊപ്പം തന്നെ സാമ്പത്തികമായി ഈ വിദേശയാത്രകൾ നടത്തിയതിൻ്റെ തെളിവുകൾ, എല്ലാത്തിനുമുപരി തൻ്റെ രക്തത്തിൽ അല്ലെങ്കിൽ തന്നിൽ നിന്ന് ജന്മമെടുത്ത ഒരു കുഞ്ഞിൻ്റെ തൻ്റെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ വേദനയോടെ നശിപ്പിക്കേണ്ടി വന്ന ഭ്രൂണത്തിൻ്റെ അവശിഷ്ടം വരെ അവർ തെളിവായി സൂക്ഷിച്ചു വെച്ചു. ഒരമ്മയ്ക്ക് അങ്ങനെ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത് എന്ന് ചോദിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് കൃത്യമായി DNA പരിശോധന അടക്കം നടത്താനുള്ള ഇതുണ്ട്. അത് മാത്രമല്ല സ്ക്രീൻഷോട്ടുകൾ, സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ രേഖകൾ എല്ലാം ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ട്, ആ യുവതിയുടെ കയ്യിലുണ്ട്.